الحمدللہ رب العالمین نحمده ونستعینه ونستهدیه ونسترشده ونؤمن به ونتوکل علیه ونعوذ بالله تعالی من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. صدق الله. സ്നേഹധന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും രഹസ്യവും പരസ്യവുമായ അതിൻ്റെ ഇരുവശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പിൻപറ്റിക്കൊണ്ടും തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ ദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണകളാൽ സാധാരണഗതിയിൽ സജീവമാകുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റസൂലിനെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ ഒരു മാസത്തിലെന്നല്ല ഒരു നിമിഷത്തിലും കഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ, അഷ്ടദിക്കുകളിൽ രാപ്പകലുകളുടെ വ്യത്യാസം ബാധകമാകാതെ തന്നെ ഒരു മിനിറ്റ് പോലും മനുഷ്യർ, അതല്ലെങ്കിൽ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സമയമുണ്ടോ എന്നാലോചിച്ചാൽ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ ഒരു ഭാഗവും
അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാതെ കഴിഞ്ഞു പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് റസൂലിനെ കുറിച്ചുള്ള ഓർമ്മ റബീഉൽ അവ്വലിൽ മാത്രമുള്ള ഒന്നല്ല. റസൂലിനെ കുറിച്ചുള്ള ഓർമ്മ വിശ്വാസിയുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങളെ പോലെയാണ്. ഉള്ളിലേക്ക് എടുക്കുന്ന, പുറത്തേക്ക് വിടുന്ന, ശ്വാസം കഴിക്കുന്ന ഏർപ്പാടിനെ പോലെയാണ്. അതുകൊണ്ടാണ് ഒരാൾ വിശ്വാസിയാകുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതാണ് നമ്മൾ കലിമത്തു തൗഹീദായി പറയാറുള്ളത്. ഇത് ഏതെങ്കിലും ഒരു പകുതിയിൽ അവസാനിപ്പിച്ചാൽ അത് ഷഹാദത്താവുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ അങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതെനിക്ക് കിട്ടിയ എന്തോ ഒരു അറിവാണോ? എനിക്ക് കിട്ടിയ എന്തോ ഒരു സ്വപ്നമാണോ? ഞാൻ പഠിച്ചു കണ്ടെത്തിയതാണോ? അല്ല. കാരണം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന എൻ്റെ അറിവാണ് യഥാർത്ഥത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്നെ വിവരമുള്ളവനാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഏവർക്കും ഒരുപക്ഷെ ധാരണപ്പിശകുള്ളൊരു വിഷയമാണ്. നമുക്ക് ഏവർക്കും തിരുത്തേണ്ട ഒരു ഭാഗം കൂടിയായിരിക്കും ചിലരെ സംബന്ധിച്ചെങ്കിലും. നിങ്ങളല്ല യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയത്. നമ്മൾ ആരുമല്ല അള്ളാഹുവെ കുറിച്ച് അറിഞ്ഞത്. ഇത് നമ്മളെ അറിയിച്ചതാണ്. ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തുല്യനായി ആരുമില്ല. അവനാണ് ഈ ലോകത്തിന്റെ തുടക്കം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. ഉള്ളിലുള്ളത് അവനാണ്, പുറത്തുള്ളത് അവനാണ്, തുടങ്ങുമ്പോഴുള്ളത് അവനാണ്, ഇനിയെല്ലാം അവസാനിച്ചാലുള്ളതും അവനാണ്. ഇത് നിങ്ങൾ കണ്ടെത്തിയതാണോ? അതുകൊണ്ടാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനാണ് എന്ന അറിവാണ്. ഈ ദൂതൻ സ്വന്തം റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അറിവാണ് എന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഇൽമിന് അവകാശിയാക്കിയത് എന്നാണ് വിശ്വാസി പറയുന്നത്. ചില ആളുകൾക്ക് ഇപ്പോൾ പുതിയ കാലത്ത് പറയുന്നുണ്ട് ഖുർആൻ മാത്രം മതി. റസൂല് വലിയ ആളൊക്കെ തന്നെയാണ്, പക്ഷേ റസൂലിൻ്റെ വാക്കുകളും ഹദീസും സുന്നത്തും ഒന്നും ഇപ്പോൾ പുതിയ കാലത്ത് വേണ്ട. കാരണം ഖുർആൻ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അവരോട് നമുക്ക് ചോദിക്കേണ്ടതോ അതല്ലെങ്കിൽ നമ്മൾ അവരെ തിരുത്തേണ്ടതോ ആയ ഒരു ഉത്തരം ഈ ലോകർക്ക് മുഴുവനുള്ളതാണ് ഖുർആൻ. ശരിയാണ്, ഹുദൽ ലിന്നാസ്. പക്ഷേ ഈ ലോകർക്ക് മുഴുവൻ മേൽ അവതരിച്ചതല്ല വിശുദ്ധ ഖുർആൻ. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവതരിച്ചതാണ്, പക്ഷേ എനിക്കും നിങ്ങൾക്കും മേൽ അവതരിച്ചതല്ല. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഇപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതിയപ്പോൾ അത് ആദ്യത്തെ ആയത്താണത്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ, സ്വന്തം അബ്ദായ അടിമയായ ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇറക്കാൻ തീരുമാനിച്ചത്. അതാണ് ആ റസൂലാണ് അത് വ്യാഖ്യാനിച്ചു തന്നത്.
അതുകൊണ്ട് ഈ ഖുർആൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് നേരെ പഠിക്കാനൊന്നും പറ്റില്ല. ഖുർആനിൻ്റെ ഏതോ ഒരു ട്രാൻസ്ലേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഇസ്ലാം കിട്ടുമെന്നൊക്കെ കരുതുന്നത് തെറ്റാണ്. കാരണം ഈ ഖുർആൻ പഠിപ്പിച്ച് തരേണ്ടത് ആരാ? ഇതിൻ്റെ ഒപ്പം ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്, ഇതിനൊപ്പം ഒരു മാനുവൽ ഉണ്ട്, ഇതിനൊപ്പം ഒരു വിശദീകരണത്തിന് ഒരു അധ്യാപകനുണ്ട്. അല്ലാതെ എവിടെ നിന്നോ കിട്ടിയ ഒരു കിതാബല്ല. നിങ്ങൾക്ക് അധ്യാപകൻ മുഖേനയാണ് ഇത് പഠിക്കാൻ പറ്റുകയുള്ളൂ. ആ അധ്യാപകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ പറയാം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും, ഉമ്മിയ്യകളുടെ കൂട്ടത്തിൽ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ നിയോഗിച്ചത് അല്ലാഹുവാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീൻ. ഉമ്മിയ്യീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരക്ഷരർ, എഴുത്തും വായന അറിയാത്ത പടുക്കൾ എന്നൊക്കെ പറയുന്നൊരു വാക്ക് അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ച്, അതല്ലെങ്കിൽ ആ നാട്ടിലുള്ള അറേബ്യക്കാരെ കുറിച്ച്, മക്ക നിവാസികളെ കുറിച്ച്, മദീനയിലുള്ള അറബ് ഗോത്രത്തെക്കുറിച്ച്, പൊതുവിൽ അറബികളെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞിരുന്ന വാക്കാണെന്ത്? ഉമ്മി. എഴുത്തും വായനയൊന്നും അറിയാത്ത രണ്ടാംകിട ആൾക്കാർ. അവർക്ക് വലിയ വിവരമൊന്നുമില്ല. അവരുടെ കൂട്ടത്തിൽ എഴുത്തും വായന അറിയുന്ന ആൾക്കാരെ കുറച്ചുള്ളൂ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെടുത്ത് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിയാണ്. എഴുത്തും വായനയും ഒന്നും അറിയാത്തൊരു കൂട്ടർക്കിടയിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂലിനെ നിയോഗിച്ചത്. ജൂതന്മാർ പറഞ്ഞിരുന്നു, ലൈസ ലനാ ഫിൽ ഉമ്മിയീന സബീൽ. ഉമ്മികളുടെ കാര്യത്തിൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നന്മയും തിന്മയൊന്നും നോക്കണ്ട, നമുക്ക് അവരുടെ കാര്യത്തിലൊന്നും നോക്കണ്ട. ഹക്കും ബാത്തിലും ഒന്നും നോക്കാതെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കൂട്ടരാണ് ഈ ഉമ്മിയുകൾ. യഥാർത്ഥത്തിൽ അതൊരു ആക്ഷേപവാക്കാണ്. കാരണം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അൺപഡ് ലോഗ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിയോഗിക്കുക വഴി വഹിയാകുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയൊരു അറിവ് മനുഷ്യൻ സ്വയം നിലക്ക് ആർജിച്ചെടുക്കുന്ന അറിവല്ല. മനുഷ്യൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ അത് മുഖേന നേടിയ അറിവ് ഉപയോഗിച്ച് അവൻ ഗണിതത്തിലൂടെയോ അനുമാനങ്ങളിലൂടെയോ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെയോ കണ്ടുപിടുത്തങ്ങളിലൂടെയോ ഒക്കെ നേടുന്ന അറിവുകളുണ്ട്. അത് മനുഷ്യന് ലഭ്യമായ വസീലകൾ വെച്ചുകൊണ്ട് മനുഷ്യൻ നേടിയ അറിവാണ്. മനുഷ്യന് ലഭ്യമായ മാർഗങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യൻ നേടിയ അറിവാണ്. പക്ഷെ ഈ മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ വസിക്കുന്ന ഭൂമിയെക്കുറിച്ചും മനുഷ്യൻ എത്ര കണ്ടുപിടിച്ചാലും എത്താത്തൊരറിവുണ്ട്. ആ അറിവാണ് വഹീൻ്റെ അറിവ്. അങ്ങനെ ഒരു റസൂലിനെ പറഞ്ഞയക്കുക വഴി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, ഈ റസൂലിനെ അയച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഈ റസൂലിന് ചില ഡ്യൂട്ടികൾ കൊടുത്തു. എന്തായിരുന്നു ആ റസൂലിന്റെ ഡ്യൂട്ടി? യത്ലു അലൈഹിം ആയാത്തിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കിക്കൊടുക്കുന്ന ഈ വചനങ്ങൾ, ഈ ആയാത്തുകൾ ഓതിക്കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ അത് സമർത്ഥിക്കുക, അവർക്ക് മുമ്പിൽ അത് പാരായണം ചെയ്യുക, തിലാവത്ത് ചെയ്യുക. ഇത് റസൂലിന്റെ ഒന്നാമത്തെ പണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഡ്യൂട്ടിക്ക് തെരഞ്ഞെടുക്കുമ്പോൾ പരവശമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതെങ്ങനെയാണ് താൻ ഹൃദിസ്ഥമാക്കുക എന്ന പേടിയുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഈ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. റസൂലിന് അതിന് യോഗ്യത ഉണ്ടായിരുന്നു, അർഹതയുണ്ടായിരുന്നു. വ്യക്തിവിശുദ്ധി കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടും ചരിത്രത്തിൽ അദ്വിതീയമായ വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം നിലക്ക് ഇത് മലക്ക് ജിബ്രീൽ മുഖേന ഇങ്ങനെ വഹി ഇറങ്ങുമ്പോൾ ഇതൊക്കെ താൻ ഹൃദിസ്ഥമാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പം അല്ലാഹ് അതിനെക്കുറിച്ച് പറഞ്ഞു, നീ അതിൽ ബേജാറാവേണ്ട ആവശ്യമില്ല. സനുഖരിഉക ഫലാ തൻസാ, സനുഖരിഉക ഫലാ തൻസാ, നാം താങ്കൾക്ക് ഇത് പറഞ്ഞും പാരായണം ചെയ്തും തരും, താങ്കൾ മറന്നു പോകുന്ന പ്രശ്നമില്ല. പക്ഷെ അപ്പോൾ തന്നെയും ഇല്ല മാഷാ അല്ലാഹ്,
അള്ളാഹിൻ്റെ ഒരു ഇടപെടൽ ഒഴികെ ബാക്കിയുള്ളത് എന്നാണ് അവിടെയും പറയുന്നത്. ഇല്ലാ മാഷാ അള്ളാഹ്. വേറൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ പറയുന്നു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആനഹു. റസൂലിന് വലിയൊരു ഭയമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സൂറത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ വേഗത്തിൽ ധൃതിപ്പെട്ടുകൊണ്ട് റസൂല് വീണ്ടും അത് ഒരാവൃത്തി കൂടി ഓതാൻ ധൃതിപ്പെട്ട് ശ്രമിക്കുമ്പോൾ വഹിയിൻ്റെ രൂപത്തിൽ അള്ളാഹ് പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. താങ്കൾ ധൃതിപ്പെട്ട് തൻ്റെ താങ്കളുടെ നാവിനെ എന്ത് ചെയ്യണ്ട, ചലിപ്പിക്കണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു. ഇതിനെ ജംആക്കലും ഇതിനെ ഖുർആനാക്കലും. ഖുർആനാക്കുക എന്ന് പറഞ്ഞാൽ ഇത് പൊതുവിൽ മൊത്തത്തിലുള്ള സാകല്യത്തിൻ്റെ പേരാണ് ഖുർആൻ. പാരായണം എന്നൊരർത്ഥം കൂടിയുണ്ട് ഖുർആനിന്. ഇത് പാരായണം ചെയ്തു തരലും ഇതിനെ ഒരുമിച്ച് കോർഡിനേഷൻ, ഇതിനെ ഒരുമിച്ച് അതൊരു കോർവയാക്കി ഒത്തിണക്കി ഒരു സമാഹാരമാക്കി തരലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. സുമ്മ ഇന്ന അലൈന ബയാന. നാം തന്നെ താങ്കൾക്ക് എന്ത് ചെയ്യും, ഇത് വിശദീകരിച്ചു തരും. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മാസ്റ്റർ കോപ്പി, ഇത് ഗ്രന്ഥമല്ലല്ലോ, അതിനെ നമ്മൾ മുസ്ഹഫ് എന്ന് പറയാം. മുസ്ഹഫ് പിന്നീടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുകയാണ്. അൽ മുനസ്സൽ, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുകയാണ്, ഹൃദയങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പിന്നീട് അതിന് ഇന്നിപ്പോൾ നമുക്ക് അത് പുസ്തക രൂപത്തിലല്ല, ഡിജിറ്റൽ രൂപത്തിലുണ്ട്. ഖുർആൻ സംരക്ഷിക്കപ്പെടുകയും ഖുർആൻ സൂക്ഷിക്കപ്പെടുകയും, അന്നത് ഫലകങ്ങളിലായിരുന്നു. അന്ന് താരതമ്യേന അതിൻ്റെ റിസോഴ്സുകൾ കുറഞ്ഞ കാലത്ത് വളരെ പരിമിതമായ ഇടങ്ങളിലായിരുന്നു. പക്ഷെ ഖുർആൻ എപ്പോഴും ഹൃദയസ്ഥമാണ്. മുസ്ഹഫിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാക്കപ്പെട്ടു. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ പേജുകളുടെ കോലത്തിലുള്ളത് എന്നാണ് അർത്ഥം. സുഹഫ് എന്ന് പറഞ്ഞാൽ ഏട് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹ് പറയാണ്, ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടിയിൽ താങ്കളെ സഹായിക്കുന്നതും നാമാണ്. അതിനുശേഷം പറയാൻ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കേണ്ടതൊരു പരിപാടി റസൂലെ താങ്കളുടേതാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഡ്യൂട്ടി യുസക്കീഹിം, തസ്കിയത്തിൻ്റെതാണ്, വിമലീകരണ പ്രവർത്തനമാണ്, സംസ്കരണ പ്രവർത്തനമാണ്, സ്വഭാവ ശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എന്താണെന്നറിയോ? സ്വയം മാറാൻ പിന്നെയും പറ്റും, മറ്റുള്ളവരെ മാറ്റുക എന്നുള്ള പണിയാണ്. മറ്റുള്ളവരെ സ്വയം നിലക്കൊരാൾ മാറി ഒറ്റക്ക് തപസ്സനുഷ്ഠിച്ചോ അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അകന്നോ നന്നാവലല്ല. സമൂഹത്തിലുള്ളൊരു കൂട്ടരുടെ, നമ്മളൊരു കൂട്ടരെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമൂഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ചില പ്രദേശത്തുള്ള ആൾക്കാരെ കുറിച്ച് അവരോടൊന്നും സംസാരിച്ചിട്ടേ കാര്യമില്ല. ചില ആളുകൾ പറയും അവരൊന്നും നന്നാക്കിയെടുക്കാനേ പറ്റില്ല. ഇങ്ങനെ പറയപ്പെട്ടിരുന്നൊരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ജസീറത്തുൽ അറബിൻ്റെത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ യൂറോ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ, അതല്ലെങ്കിൽ അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു നവലോക ക്രമം, അതിൻ്റെയൊക്കെ ഒരു പോറ്റുതൊട്ടിലും പേറ്റുതൊട്ടിലും എന്നൊക്കെ പറയാവുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറം നോക്കിയാൽ റോമൻ നാഗരികതയാണ്. അതിനും ലഭിച്ച വിജ്ഞാനങ്ങൾ ഗ്രീക്ക് നാഗരികതയുടേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഉണ്ടാകുന്ന സമയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനടുത്ത കാലവുമൊക്കെ വരുന്ന സമയത്ത് ഈ റോമൻ ചക്രവർത്തിയുടെ പേര് നിങ്ങൾക്കറിയോ? ആരാണ് റോമൻ ചക്രവർത്തി? റോമൻ ചക്രവർത്തി, നമ്മൾ ഹെർക്കുലിന് കത്തെഴുതിയതിനെ കുറിച്ച് പറയാറ്, ഹെർക്കുലിയനെ കുറിച്ച് പറയാറ്, ഹെറാക്ലിയസിനെ കുറിച്ച് പറയാറ്. പക്ഷെ അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ ജനനം സംഭവിക്കുമ്പോൾ ജസ്റ്റീനിയനാണ്.
ജസ്റ്റീനിയൻ വംശമാണ് യഥാർത്ഥത്തിൽ അന്ന് റോമൻ സാമ്രാജ്യം കൈയാളുന്നത്. ജസ്റ്റിൻ 1, ജസ്റ്റീനിയൻ 2, അതുപോലെ തന്നെ ജസ്റ്റിൻ 2, ഇങ്ങനെ ടുമുറസ്, ടിബൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 രാജാക്കന്മാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് പരതി നോക്കിയാലല്ലാതെ ചരിത്രത്തിൽ ഇന്ന് ജസ്റ്റീനിയനെ കാണാൻ പറ്റൂല. അതായത് ലോകത്തെ ഗരിമയുള്ള, ലോകത്തെ പേരുകേട്ട പ്രതാപമുള്ള നാഗരികത, റോമൻ സാമ്രാജ്യത്തിൻ്റെ 100 കൊല്ലത്തെ ഭരണാധികാരികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 4-5 പേർ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതുന്ന ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിർക്കൽ. ഈ ആളുകളെ ചരിത്രത്തിൽ നിങ്ങൾക്ക് തെരഞ്ഞു പിടിച്ചാലല്ലാതെ ഇവരുടെ വിവരം പോലും കിട്ടില്ല. അക്കാലത്ത് അറേബ്യൻ പെനിൻസുലയിൽ, ജസീറത്തുൽ അറബിൽ അവരുടെ സമകാലികനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോടുള്ള അരിശം ലോകത്ത് നിങ്ങൾ ധരിക്കേണ്ട വെറുതെയാണ്, വെറുതെ ഒന്നല്ല. യുസക്കീഹിം, ഈ ലോകത്തെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്രത്തോളം എന്നാൽ ജസീറത്തുൽ അറബിനെ കുറിച്ച് പറയപ്പെടുന്നത് അന്നുണ്ടായിരുന്ന വലിയ സാമ്രാജ്യങ്ങൾ, പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും, ഈ 2 സാമ്രാജ്യങ്ങളും ഒന്ന് കീഴ്പ്പെടുത്താൻ പോലും ആഗ്രഹിക്കാത്തൊരു പ്രദേശമായിരുന്നു അറേബ്യൻ പെനിൻസുല. അതായത് അവിടെ എന്തിപ്പോൾ ഉള്ളത്? തങ്ങളുടെ വരുതിയിലാക്കിയിട്ട്, തങ്ങളുടെ കീഴിലാക്കിയിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് കരുതാൻ മാത്രമുള്ള വിഭവസമൃദ്ധിയില്ലാത്തൊരു പ്രദേശമായിരുന്നു. ആ നാടിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ആദ്യത്തെ ബൈത്ത് അവിടെയാണ്, അല്ലേ? ഇന്ന ഔവല ബൈത്തിൻ, ആദ്യത്തെ ബൈത്ത് അവിടെയാണ്, ആദ്യത്തെ അള്ളാഹിന്റെ ഭവനം അവിടെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് കാവ്യനീതിയാണ്. അവസാനത്തെ റസൂൽ അവിടെയാണ്. അപ്പോൾ വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരെ റസൂൽ എന്ത് ചെയ്തു? കിതാബ് പഠിപ്പിച്ചു, ഹിക്മത്ത് പഠിപ്പിച്ചു. 4 ഡ്യൂട്ടിയാണ് അവിടെ പറയുന്നത്. ഒന്ന്, റസൂല് തിലാവത്ത് ചെയ്തു കൊടുക്കുന്നു. മറ്റൊന്ന്, റസൂൽ അവരെ സംസ്കരിക്കുന്നു. റസൂൽ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നു? കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഹിക്മത്ത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തു റസൂലില്ല. ഈ ഖുർആനിൽ പറയുന്ന ഒരായത്ത് നേരിട്ട് സഹാബിമാർ മനസ്സിലാക്കിയതല്ല. ഒരിക്കലും നിരാകരിക്കപ്പെടാത്ത വിശുദ്ധ ഖുർആനിന്റെ ഒരേ ഒരു മുഫസ്സിറേ ഉള്ളൂ. കൊള്ളേണ്ട ഒരേ ഒരു മുഫസ്സിറേ ഉള്ളൂ. ലോകത്തുള്ള മുഫസ്സിറുകൾ എല്ലാവിധ യോഗ്യതകളുണ്ടായാലും വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ വ്യാഖ്യാതാവ്, അതല്ലെങ്കിൽ ഒരേ ഒരു പ്രമാണബദ്ധിതമായി അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ ബാധ്യതയുള്ള വ്യാഖ്യാതാവ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കാരണം ഈ റസൂലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. ഊഴമിട്ട് സ്വഹാബികൾ അത് പഠിച്ചു. ഓരോ സന്ദർഭത്തിലും റസൂലിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുമുഖത്ത് നിന്ന് റസൂലിന്റെ ഹളറിലും സഫറിലും, റസൂലിന്റെ മക്കയിലും മദീനയിലും, റസൂലിന്റെ ഉറക്കിലും അതുപോലെ തന്നെ ഉണർച്ചയിലും, റസൂലിന്റെ വീട്ടിലും റസൂലിന്റെ പുറത്തും, അല്ലേ? അങ്ങനെയാണ് റസൂലിന്റെ വീടകങ്ങളിൽ പണ്ഡിതകൾ ഉണ്ടായത്. റസൂലിന്റെ ഭാര്യമാർ മാത്രമല്ല അവർ. ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയേറെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്ന് നമ്മൾ കേട്ടാൽ അറക്കുന്ന വിമർശനങ്ങൾ, ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തട്ടുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതുന്നു ഇതൊക്കെ പുതിയതാണെന്ന്. അങ്ങനെയൊന്നല്ല. ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി നമുക്കിടയിൽ ഇത് വരുന്നത് മനുഷ്യർക്ക് മുന്നിലുള്ള ഒരു റോൾ മോഡലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് എന്തിനാണ് അങ്ങനെ റോൾ മോഡൽ? മനുഷ്യർക്ക് എന്തിനാണ് പിൻപറ്റാൻ ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക എന്തിനാണ്? പുതിയ കാലത്തെ ചോദ്യം അതാണല്ലോ. എന്തിനാണ് മനുഷ്യനെ തോന്നിയ പോലെ ജീവിച്ചാൽ പോരെ? അതുകൊണ്ട് നിങ്ങൾക്കൊരു കിതാബുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു റസൂല് കൂടിയുണ്ട്. നിങ്ങൾക്ക് ഖുർആനുണ്ട്, ഈ ഖുർആൻ കൊണ്ടുവന്ന റസൂലുമുണ്ട്. അങ്ങനെയാണല്ലോ റസൂലിനെ നമ്മൾ നബി എന്നാ പറയുന്നത്. നബി എന്ന് പറഞ്ഞ നുബൂവത്ത്. എന്തിൻ്റെ നുബൂവത്ത്? വിശുദ്ധ ഖുർആൻ ഉള്ളത് കൊണ്ടാണ് റസൂലാകുന്നത്. റസൂൽ ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്താകുന്നത്?
നുബുവത്തിൻ്റെ കേന്ദ്രമാകുന്നത്, അതല്ലെങ്കിൽ പ്രഭവ കേന്ദ്രമായി തീരുന്നത്. അതുകൊണ്ട് പുതിയ കാലത്ത് പ്രത്യേകിച്ച് റസൂലിനെ അറിയുക. നമ്മൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക. സ്നേഹിക്കാൻ നിങ്ങൾ മാല ബൾബിട്ടിട്ടൊന്നും കാര്യമില്ല, പറയേണ്ട ഒരു കാര്യമാണ്. 10 കിലോമീറ്റർ കേരളത്തിൽ ഒരു സ്ഥലത്ത് ബൾബിട്ടുണ്ട്. 10 കിലോമീറ്റർ. ഒരു വീട്ടിൽ നിന്ന് 5000 ഉറുപ്പ്യ വാങ്ങിച്ചിട്ടാണ്, ആ മഹലിലുള്ള എല്ലാ ആളുകളുടെ നിന്ന് 5000 ഉറുപ്പ്യ വാങ്ങിച്ചിട്ടാണ് ബൾബിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ബൾബ് ഇടണോ എന്നുള്ളതിൻ്റെ ഫത്വയൊന്നുമല്ല. ഇങ്ങനെ നിങ്ങൾക്ക് റസൂലിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലൈസൽ അഹം അൻ തുഹിബ്, നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രധാനം. ബലിൽ അഹം മൻ തുഹബ്, റസൂൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, റസൂലിനാൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതായത് ജീവിതത്തിൽ റസൂലുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. റസൂലിന് നമുക്ക് വാപ്പാനോടും ഉമ്മാനോടും സ്നേഹമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാം, അയൽവാസിയോട് എനിക്ക് സ്നേഹമാണെന്ന് പറയാം. പക്ഷെ അത് അനുഭവവേദ്യമാകേണ്ടത് മാതാപിതാക്കൾക്കാണ്, അയൽവാസിക്കാണ്. ഇത് റസൂലിൻ്റെയും അള്ളാഹിൻ്റെയും കാര്യത്തിൽ ഇത് വളരെ ബാധകമായൊരു വിഷയമാണ്. ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിച്ച് നിങ്ങളുടെ ഫർളുകൊണ്ട് സുന്നത്തുകൊണ്ട് തന്നെ തീരൂല. പിന്നെയല്ലേ ബിദ്അത്ത്. ഫർള് കൊണ്ട് തന്നെ അത് തീരൂല, സുന്നത്ത് കൊണ്ട് തന്നെ അത് തീരില്ല. എങ്ങനെയാണ് സുന്നത്ത് കൊണ്ട്? നിങ്ങൾക്ക് ഇന്ന് ഉണർച്ച മുതൽ ഉറക്കം വരെയുള്ള റസൂലിൻ്റെ മുക്കുമൂലകളിലെ മാതൃകകൾ പകർത്തിയാൽ അത് തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഫർളുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ തൊട്ടുടനെ മുസ്തഹബുകളും നവാഫിലുകളും മൻദൂബുകളും സുനനുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സുന്നത്തുകൾ നമുക്ക് ആചരിച്ചാൽ തീരും. പിന്നെ കുറുക്കു വഴികൾ നമുക്കില്ലല്ലോ. കുറുക്കു വഴികളുടെ ആവശ്യമുണ്ടോ? കുറുക്കു വഴികളുടെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തുഹിബ് എന്നുള്ളതല്ല, നിങ്ങൾ സ്നേഹിക്കണം. പക്ഷെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹിനോട് അത്രക്ക് സ്നേഹമാണെങ്കിൽ, സ്നേഹം എങ്ങനെ കാട്ടും? മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹമല്ലല്ലോ അള്ളാഹിനോട് റസൂലിനോടുള്ള സ്നേഹം. മനുഷ്യരോടുള്ള സ്നേഹം നമ്മളെപ്പോലെ തന്നെ ഇറച്ചിയും മജ്ജയും മാംസമൊക്കെ ഉള്ള മനുഷ്യന്മാരോട് മനുഷ്യരുടെ വികാരം അതിൽ സഹജമായ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ അങ്ങനെയൊക്കെയുള്ള സ്നേഹം ഉണ്ടാവും. പക്ഷെ അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അതിന് മേലെയുള്ള സ്നേഹമാണ്. റസൂല് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാകുന്ന പ്രശ്നമില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ മാലിഹി വ വലദിഹി വ വാലിദിഹി വന്നാസി അജ്മഈൻ, ഓൻ്റെ വാപ്പാനേക്കാളും ഓൻ്റെ മക്കളെക്കാളും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും അവന് പ്രിയങ്കരമാരായി മാറണം, ഞാനായി മാറണം. ഒരാൾ നമ്മളുടെ മേൽ നിർബന്ധമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം. അപ്പം നമുക്ക് മക്കളോടൊരു സ്നേഹമുണ്ട്. ആ മക്കളോടുള്ള സ്നേഹം ജനിതകമായൊരു സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മളുടെ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളിലുള്ളൊരു സ്വാഭാവികതയാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും മക്കളോടുള്ള സ്നേഹം ഉണ്ടാകുന്നത് അത് മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വയം നിലക്ക് അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഈ സ്നേഹത്തിലപ്പുറമായി ഇതൊക്കെ പോവും, ഇതില്ലാതെയുമാകും. ചിലർക്ക് ചിലത് കിട്ടിയില്ലെന്ന് വരും, കിട്ടിയത് കൺമുന്നിൽ നിന്ന് മാഞ്ഞെന്ന് വരും. അപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ സ്നേഹിച്ച് നിൽക്കാൻ ഒരു റസൂൽ, നിങ്ങളുടെ വാപ്പാനേക്കാളും അല്ലേ, വാപ്പാനെയും വല്യപ്പാനെയും കാരണവന്മാരെയൊക്കെ ആയിരിക്കും കൂടുതൽ സ്നേഹം. അവരേക്കാൾ മേലെ, മക്കളേക്കാൾ മേലെ, നേതാക്കളേക്കാൾ മേലെ, നേതാവിനെ, നിങ്ങളുടെ നേതാവാരാ? നിങ്ങളുടെ സംഘടനയുടെ നേതാവാണോ? നിങ്ങളുടെ മഹല്ലിലെ നേതാവാണോ? അത് നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യത്തിന് നിങ്ങൾ മുന്നിൽ നിർത്തിയിട്ടുള്ള ആളാണ് അല്ലേ. ഒരു തീരുമാനത്തിന് ആരാണ് അവസാനത്തെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു നേതാവ് വേണം. നിങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റ് നേതാക്കൾക്കൊക്കെ പിഴവ് പറ്റും. പിഴവ് പറ്റുന്നത് കുഴപ്പമില്ല, കാരണം പിഴവ് പറ്റിയില്ലെങ്കിലാണ് പ്രശ്നം. കാരണം മനുഷ്യർക്ക് പിഴവ് പറ്റും, അത് അംഗീകരിക്കണം. ഈ ലോകത്തെ എത്ര വലിയ സംഘടനാ നേതാവിനും, ഈ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്ര നേതാവിനും, ഇനി ലോകത്ത് മനുഷ്യരിൽ ആരൊക്കെ എത്ര വലിയ ആരാധ്യ സമാനനായി മനസ്സിലാക്കുന്നു, അവർക്കൊക്കെ തെറ്റുപറ്റും.
നിങ്ങൾക്കപ്പോഴും നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടാകും. അതുകൊണ്ട് റസൂലിൻ്റെ ഇത്തിബാഉ റസൂലിൻ്റെ സമയമാണ്. അതിനെക്കുറിച്ച് ഓർക്കേണ്ട സമയമാണ്. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ സ്നേഹം, അങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിന് ഇങ്ങോട്ട് അർഹമാകുന്ന ഒരു സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ച്, നമ്മളെ പറഞ്ഞറിയിച്ച കാര്യങ്ങളുടെ തുടർച്ചയെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനുള്ള സമയമായി. റബീഉൽ അവ്വലിൻ്റെ ഈ മാസങ്ങൾ നമുക്ക് ഉപകാരപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ പുറത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴിയിലൂടെ ഏറ്റവും സുന്ദരമായ ഇത്തിബാ നടത്തി അള്ളാഹുവിലേക്ക് എത്തപ്പെടാൻ, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. الحمد لله القدر الفقر الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله وإماء الله، اوصيكم واياي ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.